ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ബെഡ്ഷീറ്റ്സാണ്. 7 ഡിഫറെൻറ്റ് ബെഡ്ഷീറ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എല്ലാ ബെഡ്ഷീറ്റ്സും വാങ്ങിയത്. അതും റേറ്റ് വന്നിട്ട് 350ൻ്റെ അണ്ടറിൽ വരുന്നത്, 340 ആ ഒരു റേഞ്ചായിരുന്നു ഞാൻ വാങ്ങിയ സമയത്തുള്ളത്. ഇപ്പോൾ അത് കുറച്ചൊന്ന് ഇൻക്രീസ് ആയിട്ട് 390 ഒക്കെ ആയി കാണുന്നുണ്ട്. 350 ഉള്ളതിൽ തന്നെ ഞാൻ സൂപ്പർ കോയിൻ കൊടുത്തിട്ട് 300 ആ ഒരു റേഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് പിങ്കൊക്കെ ആയിട്ട് പറയാം. ഇതിൻ്റെ എക്സാക്റ്റ് കളർ ഷെയ്ഡ് എനിക്ക് അറിയില്ല. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ബെഡ്ഷീറ്റായിരുന്നു. ഇതിൻ്റെ എന്താ രണ്ട് സൈഡിലും എല്ലാ സൈഡിലും എലാസ്റ്റിക് വരുന്ന, നമ്മുടെ ബെഡിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലുള്ള ബെഡ്ഷീറ്റ്സാണ് ഞാൻ എല്ലാ ബെഡ്ഷീറ്റ്സും വാങ്ങിയത്. അന്നപ്പം എനിക്ക് പെട്ടെന്ന് ഇതായി പോവില്ലല്ലോ, പുറത്തേക്കായി പോവുകയും വൃത്തികേടായൊന്നുമില്ലല്ലോ. അന്നപ്പം ഞാൻ ഇതാണ് പ്രിഫർ ചെയ്ത് വാങ്ങിയത്. അതിട്ടിട്ടുള്ളൊരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ ഇതിലും കുറച്ചുകൂടി നല്ലോണം ഇട്ടാൽ കുറച്ചുകൂടി നല്ല ലുക്ക് ഉണ്ടാവും. അപ്പം എനിക്കിഷ്ടമായി. നല്ല മൈക്രോ ഫൈബറാണ് ക്ലോത്ത് വരുന്നത്. 250 ഒക്കെ ത്രെഡ് കൗണ്ട് ഉള്ള ബെഡ്ഷീറ്റ്സ് ആയിരുന്നു. അന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് തന്നെ. പിന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് ബെഡ്ഷീറ്റ് ഇതാണ്. ഇത് വന്നിട്ട് വൈറ്റും ഒരു പിങ്കും എന്താ ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ട് നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇതും മൈക്രോ ഫൈബറിൽ തന്നെ വരുന്നതാണ്. എല്ലാത്തിനും 350 ആണ് ആ ഒരു റേഞ്ച് ആയിരുന്നു. അതിൽ നിന്ന് പിന്നെ 300 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. എല്ലാം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ബെഡ്ഷീറ്റായിരുന്നു. പിന്നെയാണ് നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു ബെഡ്ഷീറ്റിന്. അതൊരു ക്വാളിറ്റി ആണല്ലോ. പിന്നെ മൂന്നാമത്തെ ബെഡ്ഷീറ്റും എക്സാക്റ്റ് ഇത് രണ്ടാമത്തെ ബെഡ്ഷീറ്റിൻ്റെ അതേ കോപ്പിയാണ്. കാരണം ഞാൻ 2 ബെഡ്ഷീറ്റ് ഒരേ പോണത്തത് ചിലത് വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ പോണത്തെ ബെഡ്ഷീറ്റ് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് സെയിം എക്സാക്റ്റ് അതേ പോണത്തെ ബെഡ്ഷീറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ട്. ആദ്യം കാണിച്ച അതേ ബെഡ്ഷീറ്റ് തന്നെയാണ് ഇതും. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, അതേ ബെഡ്ഷീറ്റ് തന്നെ. ഇട്ടിട്ടുള്ള ലുക്ക് ഇതാണ് വരുന്നത്. നല്ല വൃത്തിയുണ്ട്, നീറ്റായിട്ട് നല്ല കളർ പാറ്റേൺ, ഒരു സ്ക്വയറായിട്ട് ഇങ്ങനെ വന്നിട്ട് അതിലേക്ക് ഓരോ ഡിഫറെൻറ്റ് പാറ്റേണൊക്കെ വന്ന് അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ബെഡ്ഷീറ്റ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല. പിന്നെ രണ്ടാമത് നമ്മുടെ അടുത്ത ബെഡ്ഷീറ്റ്സ് വന്നത് 2 എണ്ണം പിന്നീട് അടുത്ത ദിവസമായിരുന്നു വന്നത്, 2 ബെഡ്ഷീറ്റ്. എന്നപ്പം അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതും എക്സാക്റ്റ് രണ്ടും സെയിം ആണെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പം അതെ, സെയിം തന്നെയായിരുന്നു വന്നത്. രണ്ടും ആ ദിവസം വന്ന രണ്ടും ഒരേ ഷെയ്ഡിലുള്ള അടുത്തതായിരുന്നു. ഞാൻ ഒരേ ഷെയ്ഡിലുള്ള പിന്നെയും വാങ്ങുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഒരേ പോണം ഇടാൻ ഇഷ്ടമാണ്. അന്നപ്പം ഞാൻ അങ്ങനത്തെ വാങ്ങിയാണ്. ഇത് വന്നിട്ട് കോട്ടണിലാണ് വരുന്നത്, മൈക്രോ ഫൈബർ അല്ല ഇത് വന്നത്. കോട്ടണിൽ നല്ല ബെഡ്ഷീറ്റാണ്. അതിൽ ഒരു ഓഫ് വൈറ്റ് ആയിട്ട്, നല്ല പ്യുവർ വൈറ്റ് അല്ലാതെ ഓഫ് വൈറ്റിൽ നല്ല ബ്ലൂ ഷെയ്ഡ്, അതും നല്ല ഡാർക്കായിട്ട് എന്താ ഒന്ന് ഡള്ളാക്കിയ ബ്ലൂ കളർ ബെഡ്ഷീറ്റ്. നല്ല രസമുണ്ടായിരുന്നു. ലീഫിൻ്റെ പാറ്റേൺ ആയിരുന്നു. കുറച്ച് നല്ല ഒരു വൃത്തിയുള്ള, ഇട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണിത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും അതേപോലെ തന്നെ എലാസ്റ്റിക് സൈഡിൽ വരുന്ന ബെഡ്ഷീറ്റാണ്. രണ്ടാമത്തതും സെയിം അതേ ബെഡ്ഷീറ്റ് തന്നെയാണ്. ഞാൻ പിന്നെ അതും കാണിക്കാൻ വിചാരിച്ചു, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമല്ലോ. എന്തായാലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ എന്തായാലും ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും 330 എങ്ങനെ വന്നിരുന്നു അന്നപ്പോൾ റേഞ്ച്. എന്നിട്ട് 300ന് കിട്ടി. ബാക്കി 30 സൂപ്പർ കോയിനും കൊടുത്ത് അങ്ങനെയാണ് ഇട്ടിട്ട് നല്ല വൃത്തിയും നീറ്റായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഓഫ് വൈറ്റ് കളറ് അത് ഇട്ടു. പിന്നെ ഇനി 2 എണ്ണം കൂടിയാണുള്ളത്. ടോട്ടൽ 5 എണ്ണം കഴിഞ്ഞു. ബാക്കി 2 എണ്ണമാണ് ഇത്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെ കേട്ടോ. രണ്ടും വേറെ വേറെ ആണ്. ആദ്യത്തെ വന്നിട്ട് ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സെലക്ട് ചെയ്തതാണ്. കുറേ എന്താണ് ആനിമൽസിൻ്റെയൊക്കെ ഒരു പ്രിൻ്റൊക്കെ വരുന്ന നല്ല ക്യൂട്ട് പ്രിൻ്റ് വരുന്നത്. ഇതും മൈക്രോ ഫൈബറിൽ വരുന്നതാണ്. അതിൽ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പാറ്റേൺസും നല്ല രസമുള്ള കുറേ പ്രിൻറ്റ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല രസമുള്ള കുറച്ച് ഇത്.
ഇതിൻ്റെ സൈഡ് നമ്മൾ എലാസ്റ്റിക് ഉള്ളത് തന്നെ കേട്ടോ, എല്ലാം എടുത്തത് എലാസ്റ്റിക് ഉള്ളതാണ്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ അതുതന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നല്ല പ്രൊഡക്റ്റ്. എനിക്കെല്ലാ ഒരുവിധം ഇതുവരെ ഓപ്പൺ ചെയ്ത എല്ലാം എനിക്കിഷ്ടമായിട്ടുണ്ട്. എല്ലാ ബെഡ്ഷീറ്റ്സും നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ്. ഈ റേഞ്ചിലൊന്നും നമുക്ക് നല്ല ബെഡ്ഷീറ്റ്സ് കിട്ടില്ല. നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്നതാണ് ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ തന്നെ വാങ്ങണം. പിന്നെ ലാസ്റ്റത്തെ ബെഡ്ഷീറ്റാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ലാസ്റ്റത്തെ 7th വൺ. ഇതിലാണ് ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വന്നത്. പ്രശ്നമായിട്ട് പറയുമ്പോൾ എന്താ വെച്ചാൽ സൈഡിൽ എലാസ്റ്റിക് ഉള്ളതായിരുന്നു ഇതും ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. പക്ഷേ ഇതിന് എലാസ്റ്റിക് ഇല്ലാതെ നോർമൽ സ്റ്റിച്ചിങ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതാണ് ഒരു ഡ്രോബാക്ക്. അപ്പോൾ ലാസ്റ്റത്തെ വെച്ച് ബാക്കിയെല്ലാം നല്ല ബെഡ്ഷീറ്റ്സ് ആയിരുന്നു. ലാസ്റ്റത്തും നല്ലതാണ്, പക്ഷേ അതിന് നമ്മൾ വിചാരിച്ചതുപോലെ ആയില്ല എന്നുള്ളതാണ്. അതിന് എലാസ്റ്റിക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട് പോവുക.